ജീവിതത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിറവയറുമായി ശൂർ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഹാഗാറിന്റെ ചിത്രം ഉൽപ്പത്തി പുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ യജമാനനായ അബ്രഹാമിന്റെ ഭവനത്തിൽ എല്ലാ നന്മകളും അനുഭവിച്ച് ദാസിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവളായി തൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഹാഗാർ, സാറ എന്ന യജമാനത്തേക്കും തന്നോട് സ്നേഹമാണ്. എന്നാൽ പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞത്. ഒരു വാഗ്ദത്ത സന്തതി സാറായിലൂടെ ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹാഗാറിനെ അതിനുള്ള ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അബ്രഹാമിലൂടെ ഹാഗാർ ഗർഭിണിയാണ്. എന്നാൽ താൻ ഗർഭിണിയാണ് എന്ന് യജമാനത്തി സാറ തിരിച്ചറിയുമ്പോൾ അവളോടുണ്ടായിരുന്ന സ്നേഹം വിരോധമായി, വൈരാഗ്യമായി മാറുകയാണ്. അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ ഹാഗാർ കടന്നു പോകുന്നുണ്ട്. അടിമയായ ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ഇന്നലകളിൽ യജമാനത്തിൽ നിന്നും ലഭ്യമായിരുന്ന സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് നഷ്ടമായി. ചെയ്യാത്ത കുറ്റത്തിന് ഇന്ന് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പല ആവർത്തി കണ്ണുനീരിന്റെ വേദനയുടെ അനുഭവം അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഒരു ഗർഭിണി എന്ന നിലയിൽ താൻ അനുഭവിക്കുന്ന കുറേ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. മറുഭാഗത്ത് യജമാനത്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെയ്യാത്ത തെറ്റിനുള്ളതായ കുറ്റം വിധിക്കലുകൾ. കൂട്ടുവേലക്കാർ പലരും കണ്ടിട്ടും കാണാതെ നടിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, യജമാനനായ അബ്രഹാം പോലും താൻ തെറ്റുകാരിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും മറുത്തൊരു വാക്കുപോലും പറയാതെ മൗനമായിട്ടിരിക്കുകയാണ്. അവളെ കാണുവാനും അവളുടെ വേദന കാണുവാനും അവളുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും കാണുവാനും ആ ഭവന പശ്ചാത്തലത്തിൽ ആരും ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വേളയിൽ ഹാഗാർ ആ ഭവനം വിട്ട് ഇറങ്ങുകയാണ്. കടന്നു പോകുന്നത് ശൂർ മരുഭൂമിയിലൂടെയാണ്. ലക്ഷ്യബോധമില്ല. ഒരുപക്ഷെ കടന്നു പോകുന്നിടത്ത് വീണ് മരിക്കണം എന്ന ചിന്തയായിരിക്കാം അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ശൂർ മരുഭൂമിയിലൂടെ അവൾ കടന്നു പോകുമ്പോൾ ഹാഗാർ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം. ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ആ ശബ്ദത്തിന് അവൾ നൽകുന്ന പേര് ലഹി രോയി എന്നാണ്. ലഹി രോയി, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടു, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടു. എൻ്റെ യജമാനൻ എന്നെ കാണാതിരുന്നിടത്ത്, എൻ്റെ യജമാനത്തെ എൻ്റെ മനസ്സ് കാണാതിരുന്നിടത്ത്, എൻ്റെ കൂട്ടുവേലക്കാർ എൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും കാണാൻ കഴിയാത്തിടത്ത് എന്നെ കാണുവാൻ ആരുമില്ല എന്ന് ഞാൻ ചിന്തിച്ചതാണ്. പക്ഷെ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ ദൈവം എന്നെ കാണുന്ന ദൈവമാണ് ലഹി രോയി. ഈ വചനം കേൾക്കുന്ന പ്രിയ ജനമേ, ഹാഗാറിന്റെ സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? നൊമ്പരങ്ങൾ പങ്കുവയ്ക്കുവാൻ ആരുമില്ലാത്ത സാഹചര്യം, എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും ആരും തിരിച്ചറിയുന്നില്ല എന്ന ഭാരങ്ങൾ, ഈ ഭാരങ്ങളും വേദനകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ ഉറപ്പ് ഇതാണ്: നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ പോലും ആരാഞ്ഞറിയുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നിന്റെ വേദന അറിയാത്ത ആരും ഇല്ല എന്നല്ല, കർത്താവ് നിന്റെ വേദന അറിയുന്നുണ്ട്. അവൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞാൽ നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന, വേദനകളെ മാറ്റുന്ന, അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ നമ്മെ നടത്തുന്നവനാണ് കർത്താവ്. ആ കർത്താവ് നമ്മെ കാണുന്നുണ്ട്. പ്രയാസപ്പെടേണ്ട. സങ്കടങ്ങളെ, വേദനകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.